ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടെയാണ് പുതിയൊരു SIT കൂടി മല കയറുന്നത്. കഴിഞ്ഞ മണ്ഡലകാലത്ത് അരവണയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന നെയ്യിൽ വൻ അഴിമതി നടന്നിരിക്കുന്നുവെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രതിയാക്കി കേസുമെടുത്തിരിക്കുന്നു വിജിലൻസ്. സ്വർണ്ണപ്പാളി കടത്തിയ കേസിലെന്ന പോലെ ഇവിടെയും കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിലാണ്. അതുവഴി രണ്ടാം പിണറായി സർക്കാർ ഇതിലും മറുപടി പറയേണ്ടി വരും. എന്താണ് ഈ നെയ്യ് അഴിമതി കേസ്, അതിന്റെ നാൾവഴികൾ, അന്വേഷണ പുരോഗതി എന്നിവയാണ് വിശദമായി പരിശോധിക്കുന്നത് ന്യൂസ് ഡീകോഡ്. സ്വർണം മാത്രമല്ല, അരവണ നെയ്യിലും കാര്യമായ ക്രമക്കേട് നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ 2019 മുതൽ തുടങ്ങിയതാണ്. 2019 മുതൽ തുടങ്ങിയ ക്രമക്കേട് 2025 വരെ നീണ്ടപ്പോഴാണ് അതിനകത്ത് പിടിവീണത്. പക്ഷേ ഇത് 2025 എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ മണ്ഡലകാലത്ത് നടന്ന വലിയ ക്രമക്കേടും അഴിമതിയുമാണ്. അതിന് 2024 മുതൽ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ 2024 രൂപീകൃതമായ PS പ്രശാന്ത് അധ്യക്ഷനായ ദേവസ്വം ബോർഡ് പ്രതിപട്ടികയിലാണ്, ആരോപണ മുനയിലാണുള്ളത്. അപ്പോൾ ഈ കേസ് അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ PS പ്രശാന്തിനെ പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നു. വിജിലൻസ് കുറെ കൂടി മുന്നോട്ട് പോകുമ്പോൾ എത്ര വലിയ ക്രമക്കേടുകൾക്കാണ് അവിടെ എത്ര വലിയ ക്രമക്കേടുകളാണ് ശബരിമലയിൽ നടന്നത് എന്ന കാര്യം പുറത്തു വരാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റുകളിലേക്ക്, എക്സ്പ്ലൈനേഴ്സിലേക്ക് നമ്മൾ പോവുകയാണ്. എന്തിനാണ് ശബരിമലയിൽ നെയ്യ് എന്നതാണ് ചോദ്യം. 2 തരത്തിലാണ് ശബരിമലയിലേക്ക് നെയ്യെത്തുന്നത്. ഒന്ന്, ഭക്തർ അയ്യപ്പ വിഗ്രഹത്തിൽ നിവേദ്യം അർപ്പിക്കാനായി നെയ്ത്തേങ്ങയിൽ നെയ്യ് കൊണ്ടുപോകും. പരിശുദ്ധമായ നെയ്യാണ് ഇതിനായി ഭക്തർ കൊണ്ടുവരുന്നത്. 41 ദിവസത്തെ വ്രതത്തിന് ശേഷം ശുദ്ധിയോടെ കൊണ്ടുവരുന്ന നെയ്യ് സ്വാമിക്ക് ഏറ്റവും പ്രിയമാണ് എന്നതാണ് വിശ്വാസം. അഭിഷേകം കഴിഞ്ഞ് നെയ്യ് ഉപയോഗിച്ചുള്ള അരവണ ഭക്തർക്ക് പ്രസാദമായി തിരിച്ചു കൊടുക്കും. എന്നാൽ അരവണയ്ക്ക് ഭക്തർ അഭിഷേകം നടത്തുന്ന നെയ്യ് മതിയാവില്ല. അതുകൊണ്ട് പുറത്ത് നിന്ന് ശുദ്ധമായ നെയ്യ് കൂടുതലായി എത്തിക്കേണ്ടി വരും. ഇങ്ങനെ എത്തിക്കുന്ന നെയ്യിലാണ് വലിയ ക്രമക്കേട് ആരോപണം ഉയർന്നിരിക്കുന്നത്. ടെൻഡറില്ലാതെ നെയ്യ് വാങ്ങൽ. കഴിഞ്ഞ മണ്ഡലകാലത്തെ ഭക്തർ കൊണ്ടുവന്ന നെയ്യ് കാരണം സന്നിധാനത്തെ സംഭരണികൾ നിറഞ്ഞിരുന്നുവെന്നും പുറത്തുനിന്ന് നെയ്യ് വാങ്ങേണ്ടതില്ല എന്ന വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരുന്നതാണ്. എന്നിട്ടും പുറത്തുനിന്ന് നെയ്യ് വാങ്ങിച്ചു. 2024 തന്നെ ദേവസ്വം ബോർഡ് ഇതിനായി തീരുമാനമെടുത്തിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനായി ടെൻഡർ വിളിക്കുന്നു. 6 സ്ഥാപനങ്ങളാണ് ടെൻഡറിൽ പങ്കാളിയായത്. ഇതിന്റെ നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ടെൻഡർ റദ്ദാക്കി കരാർ മിൽമയ്ക്ക് നൽകുന്നത്. സാധാരണ നെയ്യ് ഉപയോഗിക്കുമ്പോൾ ഒരു കൂട്ടരവണ ഉണ്ടാക്കാൻ 10 ലിറ്റർ നെയ്യ് ആവശ്യമാണ്. എന്നാൽ മിൽമയുടെ നെയ്യാകുമ്പോൾ 7 മുതൽ 7.5 ലിറ്റർ വരെ മതിയാകും. അതിനാൽ മിൽമയ്ക്ക് മുൻഗണന നൽകണമെന്നായിരുന്നു അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശുപാർശ നൽകിയത്. ഇതിന് ദേവസ്വം കമ്മീഷണർ എതിർത്തിരുന്നു. ദേവസ്വം കമ്മീഷണറുടെ നിലപാട് തള്ളിക്കൊണ്ടാണ് മിൽമയ്ക്ക് കരാർ നൽകാൻ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തത്. ടെൻഡറിൽ പങ്കെടുത്ത തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു സ്ഥാപനം 1 ലിറ്റർ നെയ്ക്ക് 369 രൂപ മാത്രമാണ് ക്വാട്ട് ചെയ്തിരുന്നത്. മിൽമയിൽ നിന്ന് വാങ്ങിയതാകട്ടെ ലിറ്ററിന് 510 രൂപ ഈ നിലക്കും. ഗുണനിലവാരമില്ലാത്ത നെയ്യ്. അങ്ങനെ മിൽമയിൽ നിന്ന് എത്തിക്കുമ്പോൾ ഗുണമേന്മ കൂടിയ ശുദ്ധമായ നെയ്യാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ശബരിമലയിലെത്തിയ നെയ്യിന്റെ ബാച്ചുകൾ പരിശോധിച്ചപ്പോൾ അവയിൽ ഭൂരിഭാഗവും നിശ്ചിത ഗുണനിലവാരമില്ലാത്തവയാണെന്ന് കണ്ടെത്തുന്നു. സ്വാഭാവികമായും ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു, എന്ന് വെച്ചാൽ നെയ്യ് മറച്ചു വിറ്റോ? അങ്ങനെയെങ്കിൽ മിൽമയിൽ നിന്ന് വാങ്ങിയ 1.77 ലക്ഷം ലിറ്റർ നെയ്യ് എവിടെ പോയി എന്നതാണ് ആ ഘട്ടത്തിൽ ഉയർന്ന ചോദ്യം. ഈ നെയ്യ് മറിച്ചു വിറ്റുവെന്ന ആരോപണം ഉയരുന്നു. ആദ്യഘട്ടത്തിൽ ഭക്ഷ്യസുരക്ഷാ പരിശോധനയില്ലാതെ 4 ബാച്ച് നെയ്യ് സന്നിധാനത്തേക്ക് കടത്തിയെന്നായിരുന്നു സംശയമെങ്കിൽ 4 ബാച്ചുകളും പമ്പയിലെ പരിശോധനാ കേന്ദ്രത്തിൽ എത്തിയിട്ടില്ല എന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തു വരുന്നത്. പിന്നീട് സംഭവിച്ചത് ഹൈക്കോടതി ഇടപെടുന്നു, SIT വരുന്നു. 2026 ജനുവരി ആദ്യവാരമാണ് ഈ ക്രമക്കേട് ആരോപണം ആദ്യം പുറത്തു വരുന്നത്. പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആഭ്യന്തര പരിശോധന നടക്കുന്നു. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ OG ബിജുവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിഭാഗം രേഖകൾ പരിശോധിക്കുന്നു. 16,000 നെയ് പാക്കറ്റുകൾക്ക് ഏകദേശം 16 ലക്ഷം രൂപയുടെ കണക്ക് ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാകുന്നു. ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസർ നൽകിയ റിപ്പോർട്ട് പ്രകാരം 2025 നവംബർ 11 മുതൽ ഡിസംബർ 26 വരെ 16,628 പാക്കറ്റ് നെയ്യ് വിൽക്കുകയും അതിന്റെ തുക ദേവസ്വം അക്കൗണ്ടിൽ അടക്കാതിരിക്കുകയും ചെയ്തുവെന്ന് മനസ്സിലാകുന്നു. കൂടാതെ 2025 ഡിസംബർ 27 മുതൽ 2026 ജനുവരി 2 വരെ 22,565 പാക്കറ്റിന്റെ കുറവും കണ്ടെത്തുന്നു. 22.65 ലക്ഷം രൂപയുടെ നഷ്ടം
ദേവസ്വം ബോർഡ് ഉണ്ടായെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി 2026 ജനുവരി 13 കേരള ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുന്നു. അഴിമതിയുടെ ഗൗരവം കണക്കിലെടുത്ത് കേരള ഹൈക്കോടതി പ്രത്യേക SIT നിയമിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. വിജിലൻസ് സൂപ്രണ്ട് SP MJ സോജന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം വരുന്നു. PS പ്രശാന്തിനും മുരാരിക്കും കുരുക്ക്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ ബോർഡ് അംഗം A അജികുമാർ എന്നിവരെ പ്രതി ചേർത്താണ് ഇപ്പോൾ വിജിലൻസ് കേസെടുത്തിരിക്കുന്നത്. ടെൻഡർ റദ്ദാക്കി മിൽമയ്ക്ക് കരാർ നൽകണമെന്നായിരുന്നു അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന അന്തരിച്ച മുരാരി ബാബു ശുപാർശ നൽകിയത്. ഇതിന് ദേവസ്വം കമ്മീഷണർ എതിർത്തിരുന്നു. ദേവസ്വം കമ്മീഷണറുടെ നിലപാട് തള്ളിക്കൊണ്ടാണ് മിൽമയ്ക്ക് കരാർ നൽകാൻ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും അജികുമാറും തീരുമാനമെടുത്തതെന്നാണ് ഇരുവർക്കുമെതിരെയുള്ള കേസ്. മുരാരി ബാബു മരിച്ചതുകൊണ്ട് മുരാരി ബാബുവിനെതിരെ കേസെടുത്തിട്ടില്ല നിലവിൽ എന്നതുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്. ക്രമക്കേട് മുൻ വർഷങ്ങളിലും ഈ നെയ്യ് അഴിമതി കൂടാതെ 2017 മുതൽ 20 വരെ ശബരിമലയിലെ മെയിൻ സ്റ്റോറിലേക്ക് സാധന സാമഗ്രികൾ വാങ്ങിയതിലും ക്രമക്കേട് നടന്നുവെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുകയാണ്. ആവശ്യമായതിൻ്റെ 5 ഇരട്ടിയിലേറെ സാധനങ്ങൾ വാങ്ങിയെന്നാണ് കണ്ടെത്തൽ. ഇതിലും വിജിലൻസ് SIT അന്വേഷണം നടത്തുകയാണ്. ഇനി ഞങ്ങളുടെ പ്രതിനിധി സിജോ വി ജോൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സിജോ, ഇതിപ്പോൾ SIT അതിവേഗത്തിലാണ് അന്വേഷണം നടത്തുന്നത്. അതിവേഗത്തിൽ അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക്, അതിൻ്റെ തെളിവുകളിലേക്ക് ഒക്കെ കടക്കുകയാണ്. ഇപ്പോൾ PS പ്രശാന്തിനെയും അജികുമാറിനെയും പ്രതികളാക്കി ആദ്യഘട്ടത്തിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ SIT ടീമിൻ്റെ അന്വേഷണ പുരോഗതി എങ്ങനെയാണ്? ഇനി എത്ര വലിയ വൻതോക്കുകളൊക്കെ, എത്ര വലിയ ഉദ്യോഗസ്ഥരൊക്കെ ഇതിനകത്ത് പ്രതികളാകാനുണ്ട്? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയേർക്കപ്പെട്ട റിമാൻഡിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനും മുൻ അംഗമായിട്ടുള്ള അജികുമാറിനും ഇരട്ട പ്രഹരമാണ് നെയ്യ് കേസ്. ഇവരെ രണ്ടുപേരെയും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെയും പ്രതി ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിജിലൻസ് സംഘത്തിന്റെ തീരുമാനം. അതിന് അവർ ആധാരമാക്കിയിരിക്കുന്നത് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടാണ്. ഇതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലാണ് ദേവസ്വം വിജിലൻസിനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PS പ്രശാന്തിനും അജികുമാറിനുമൊക്കെ എന്ത് റോളാണ് എന്നുള്ളതാണ്. 2025 ശബരിമലയിലേക്ക് നെയ്യ് കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് 2024 അന്ന് PS പ്രശാന്തും അതോടൊപ്പം തന്നെ അജികുമാറുമൊക്കെയാണ് ഈ ബോർഡിലെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ. ഈ നെയ്യുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു ടെൻഡർ വിളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ടെൻഡറിൽ പങ്കെടുത്തത് 6 സ്ഥാപനങ്ങളാണ്. അവർ ആവട്ടെ ഓഫർ ചെയ്ത കോട്ട് ചെയ്തിരിക്കുന്ന തുക എന്ന് പറയുന്നത് 1 ലിറ്റർ നെയ്യ്ക്ക് 369 രൂപയാണ്. അതാണ് ഏറ്റവും കുറഞ്ഞ കോട്ട് ചെയ്തിരിക്കുന്ന തുക. അതൊരു തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥാപനമാണ്. പക്ഷേ ഈ ടെൻഡർ നടപടികളിലേക്ക് കടക്കാതെ, തുടർ നടപടികളിലേക്ക് പോകാതെ അത് റദ്ദു ചെയ്യുന്നു. ആ റദ്ദു ചെയ്തതിനു ശേഷമാണ് 1 ലിറ്റർ നെയ്യ്ക്ക് 510 രൂപ എന്ന മിൽമയുടെ നെയ്യ് വാങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അത് ദേവസ്വം ബോർഡ് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിൻ്റെ ശുപാർശയെ തുടർന്നാണ്. ഒരു അരവണക്കൂട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്തു നിന്നുള്ള നെയ്യാണെന്നുണ്ടെങ്കിൽ 10 കിലോ നെയ്യ് വാങ്ങണം. അങ്ങനെയാണെങ്കിൽ അതിന് പകരം മിൽമയുടെ നെയ്യ് വാങ്ങുകയാണെങ്കിൽ ഒരു കൂട്ട് തയ്യാറാക്കുന്നതിന് 7-7.5 ലിറ്റർ മതി എന്നതായിരുന്നു മുരാരി ബാബുവിൻ്റെ ശുപാർശ. ഈ ശുപാർശ അന്നത്തെ ദേവസ്വം കമ്മീഷണർ ശക്തമായി എതിർക്കുന്നു. അങ്ങനെ കൃത്യമായ ഒരു കണ്ടെത്തലിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ അത് ശാസ്ത്രീയമായ അല്ലെങ്കിൽ മറ്റ് തെളിവുകളില്ല. അത് ഇത്ര ഉപയോഗിച്ചാൽ മതി നെയ്യ് എന്നുള്ളത് സംബന്ധിച്ച് അങ്ങനെ ഒരു കണക്കുകൾ പറയാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു ദേവസ്വം കമ്മീഷണറുടെ നിലപാട്. പക്ഷേ ആ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് PS പ്രശാന്തും അജികുമാറും കൂടെ ചേർന്ന് ഈ കരാർ മിൽമയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് വലിയ ഒരു അട്ടിമറി എന്നൊരു സംശയത്തിലേക്ക് പോകുന്നത്. എന്തായാലും ഇത്തരത്തിൽ 1,60,50,000 ലിറ്റർ നെയ്യ് വാങ്ങിയതിൻ്റെ ഭാഗമായി ഏകദേശം 2.27 കോടി രൂപയുടെ നഷ്ടമാണ് ദേവസ്വം ബോർഡിന് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി നിയമിച്ചിരിക്കുന്ന വിജിലൻസ് സംഘം കേസ് രജിസ്റ്റർ ചെയ്യാനും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകളുടെ പരിശോധനകളിലേക്ക് കടക്കും. അതോടൊപ്പം തന്നെ നിലവിൽ റിമാൻഡിൽ കഴിയുന്ന PS പ്രശാന്തിനെയും അജികുമാറിനെയും ഒക്കെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കും. 10 ദിവസത്തിനകം പ്രാഥമികമായ റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ടാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1 മാസത്തിനകം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണം. അതിനു മുമ്പ് പരമാവധി തെളിവുകൾ കണ്ടെത്താനാണ് ഇപ്പോൾ വിജിലൻസ് സംഘത്തിന്റെ നീക്കം. അപ്പോൾ ഈ അന്വേഷണം പൂർത്തിയാക്കാൻ നിശ്ചിത കാലപരിധി ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അതിനകത്ത് പരമാവധി തെളിവുകൾ കളക്ട് ചെയ്യേണ്ടതുണ്ട്. അതിവേഗത്തിലാണ് SITയുടെ അന്വേഷണം നീങ്ങുന്നത്. ഒപ്പം തന്നെ
പുതിയ പല പരാതികളും വരുന്നുണ്ട്. നേരത്തെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 2018 മുതൽ 2025 വരെ ശബരിമലയുടെ മെയിൻ സ്റ്റോറിലേക്ക് സാധന സാമഗ്രികൾ വാങ്ങിച്ചതിലും വലിയ ക്രമക്കേട് ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതെല്ലാം ഈ കാലയളവിൽ തന്നെ SITക്ക് അന്വേഷിക്കേണ്ടതായുണ്ട്. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITക്ക് കൂടുതൽ സമയം നീട്ടി നൽകിയിരുന്നു ഹൈക്കോടതി. അതുപോലെ ഈ SITക്കും ഈ വിഷയത്തിലും കൂടുതൽ സമയം നീട്ടി നൽകുമോ എന്നതും കാത്തിരുന്നു കാണേണ്ടതാണ്.